ചാണ്ടി മോനെ, നീ എന്റെ കൂടുണ്ട, കയ്യും തന്നേടാ. നീ എന്റെ കൂടുണ്ടായിരുന്നടാ. എനിക്കൊന്നേ പറയാനുള്ളൂ, ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസം അതിനീ കാക്കണം. അപ്പനെ പോലെ തന്നെ നീ മുന്നോട്ട് പോണം. ചക്കര ഉമ്മ കേട്ടോ. ഇടണം കേട്ടോ, തീർച്ചയായിട്ടും. എന്നിട്ട് ഓടിക്കണം. അപ്പൊ ഞാനും ഇതിന്റെ ഭാഗമായി. MLA എന്നെ ഓടിച്ചു എന്നായിരിക്കും നാളെ പറയും. കറക്റ്റ്. എങ്ങനെ മനസ്സിലാക്കി ക്യാപ്ഷൻ ഉൾപ്പെടെ. അദ്ദേഹം മരിച്ചിട്ട് 3ാമത്തെ വർഷവും എന്നെ വിളിക്കുന്ന ഉമ്മൻചാണ്ടി എന്നാണെങ്കിൽ അദ്ദേഹം എന്തുമാത്രം അവരുടെ മനസ്സിലുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് അഹങ്കരിക്കുന്നത് തെറ്റുണ്ടോ? എനിക്ക് അഹങ്കാരത്തിൽ കുറവൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നിയിട്ടില്ല, ജനങ്ങൾക്കും തോന്നിയിട്ടില്ല. അതായത് എന്റെ ഫാദറിന്റെ മരണം മുതൽ ഇന്നേ വരെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവരെ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് ഞാൻ കാണുന്നു. എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഏറ്റവും ഉള്ള ആളാണ് ഞാൻ. നമുക്ക് നമ്മുടെ അവസരങ്ങൾ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി. ഓരോ അവസരങ്ങളും നിങ്ങൾ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ജോലി ഇവിടെ തരാമെന്ന് പറഞ്ഞ കൺസെപ്റ്റോടുകൂടി വന്നതാണ്. പക്ഷെ 9 വർഷമായിട്ടൊന്നും നടക്കുന്നില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പിതാവിനെ കണ്ടൊരു മാജിക് എന്തുമായിരിക്കും? മകൻ ചാണ്ടി ഉമ്മൻ. ജീവിതകാലം മൊത്തം പോസിറ്റീവായിട്ട് ഒരാള്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം. നമസ്കാരം. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. അങ്ങനെ മറക്കാൻ പറ്റുമോ അല്ലേ? ഒത്തിരി സന്തോഷം. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പായിരുന്നു ആ വൈറൽ വീഡിയോ. ഒരുപക്ഷെ എൻ്റെ തുടക്ക സമയത്ത് എന്നെ വൈറലാക്കിയതും ചാണ്ടി ഉമ്മൻ സാറാണ്. ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ, അന്നത്തെ ആ സംഭവം ഓർക്കുമ്പോൾ ഇന്നും ഞെട്ടല്ല കേട്ടോ എനിക്ക്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പം ഡേവിഡ് MLA എന്ന് പറഞ്ഞ ഷോയിലേക്ക് അതിൽ നിന്ന് സ്വാഗതം. ചാണ്ടി സാറിൻ്റെ ഒരു ദിവസം തുടക്കം എങ്ങനെയായിരിക്കും? എന്തായാലും രാവിലെ എൻ്റെ ഫാദറിൻ്റെ കല്ലറയിൽ പോയിട്ടായിരിക്കും എവിടെയാണെങ്കിലും പോകുന്നത്. അപ്പം രാവിലെ അങ്ങനെ തുടങ്ങുന്ന പരിപാടികൾ, വിവിധ പരിപാടികൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗത്തേക്ക് പോയി തിരിച്ചു വരും. അവിടെ തന്നെ അവസാനിപ്പിച്ച് ഞാൻ വീട്ടിൽ പോകും. അപ്പം ഇന്നിപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് പോകുന്നത് എവിടാ? ഇന്നൊരു ഓട്ടം പിടിക്കുമല്ലേ? ഓട്ടം പിടിക്കുക. നിങ്ങളെ അന്ന് ഉച്ചയ്ക്ക് ഓടിച്ചെങ്കിൽ ഇന്നിപ്പം രാവിലെ തന്നെ ഓട്ടം പിടിക്കുക. ഇത് ഞങ്ങളുടെ പുതുപ്പള്ളി ഫെസ്റ്റിൻ്റെ ഈ പ്രീ ഇവൻ്റാണ്. പ്രീ പുതുപ്പള്ളി ഫെസ്റ്റ് ഇവൻ്റ് മാരത്തൺ. ആ മാരത്തണിലേക്കാണ് നമ്മളിപ്പം പോകാൻ പോകുന്നത്. പുതുപ്പള്ളിക്കാർക്ക് ഒരു ആഘോഷമാണ്. പുതുപ്പള്ളിക്കാർക്ക് ഒരു ആഘോഷമാണ്. ഇത് എത്ര ദിവസമുണ്ട്? 4 ദിവസം. 28, 1, 2, 3 ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പുതുപ്പള്ളിയുടെ ചരിത്രം, ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ഒരു മനോരമ എക്സിബിഷൻ, വളരെ പൈറ്റി യോഗ, പിന്നെ ഈ നാടിൻ്റെ ഏറ്റവും പുരാതനമായ അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഷഡ്കാല ഗോവിന്ദമാരാർ. ഈ നാടിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ പരിപാടി നടക്കുന്നത്. നഗർ അദ്ദേഹത്തിൻ്റെ കൂടെ പേരും ഫോട്ടോയും കൂടെ വെച്ചിട്ടാണ് ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള വലിയ ചരിത്രമുള്ള നാടാണ് പുതുപ്പള്ളിയുടെ. പെണ്ണിമല രാമലക്ഷ്മണ ക്ഷേത്രമുണ്ട്, പുതുപ്പള്ളി പള്ളിയുണ്ട്, അതുപോലെ തന്നെ തൊട്ടപ്പുറത്തെ പഞ്ചായത്തിൽ മണ്ടനാട് ദേവാലയമുണ്ട്. ഈ ദേവാലയങ്ങളും അമ്പലങ്ങളൊക്കെയാണ് ഈ നാടിൻ്റെ വലിയ ഐശ്വര്യം എന്ന് വേണമെങ്കിൽ പറയാൻ. ശക്തി എന്ന് തന്നെ പറയാം. ശക്തി തന്നെയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഷഡ്കാല ഗോവിന്ദമാരാരെ ഓർത്തുകൊണ്ടാണ് കൂടിയാണ് ഈ പുതുപ്പള്ളി ഹിസ്റ്ററി ഇന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്, അതുപോലെ തന്നെ ജനങ്ങളുടെ അറിവിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നടക്കുന്ന ഒരു മാരത്തൺ പ്രീ ഇവൻ്റാണ്. ഈ 4 ദിവസവും ഈവനിങ്ങൾ കൾച്ചറൽ മീറ്റിംഗ് ഈവൻസ് ഉണ്ട്. ഇന്ന് ലോക്കലായിട്ടുള്ള പുതുപ്പള്ളിയിലുള്ള ആർട്ടിസ്റ്റ് പാട്ടുകൾ പാടുന്നു, ഈവൻസ് പ്ലേ ചെയ്യുന്നു. അതുപോലെ 2 ബാൻഡ്സ് ഉണ്ട്. നടുക്കത്തെ ദിനം ഒരു ഭജനാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഉണ്ട്. എല്ലാവരെയും നമ്മുടെ നാടിൻ്റെ ഉത്സവമല്ലേ, നാടിൻ്റെ ഉത്സവത്തിൽ എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുക. അവരാണെങ്കിലും അതേപോലുള്ള ഗാനങ്ങളുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് കണ്ടറിയാം അല്ലേ? നമുക്ക് കണ്ടറിയാം. ഈ രാവിലത്തെ ഭക്ഷണ രീതിയൊക്കെ എന്തുവാ? രാവിലെ ഓരോ സമയത്ത് ഓരോ രീതിയാണ്. അപ്പൊ എനിക്കിപ്പോ വീട്ടിലാരും ഉണ്ടാക്കാനൊന്നും ഇല്ലല്ലോ.
വിവാഹം കഴിക്കണ്ടേ? അതുകൊണ്ട് ഇപ്പം രാവിലെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അമ്മയുണ്ട്, അല്ലെങ്കിൽ അമ്മ തിരുവനന്തപുരത്താണ്. ആരും ഇല്ലാത്തതുകൊണ്ട് ദിവസവും പുറത്തുനിന്നാണ് കഴിക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ രാവിലെ കഴിപ്പില്ല. പുറത്തെ ഫുഡൊക്കെ മാറ്റി കൂട്ടിനൊരാൾ വേണമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കിട്ടിയത് പോരെ, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പോരെ. അല്ല അങ്ങനല്ല, എന്നാലും ഞാൻ ചോദിച്ചതാ. ഇതാണ് വൈറലാവാനുള്ള അജിന്റെ ശ്രമമാണ്. അതെ അതെ അതെ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് അല്ലേ സാറേ? നമ്മളെല്ലാം ഒരു സമൂഹത്തിന്റെ ഭാഗമല്ലേ, നമ്മളെല്ലാം ചേർന്ന് പ്രവർത്തിച്ച്. ഈ പുതുപ്പള്ളി മറ്റു സ്ഥലങ്ങളെക്കാൾ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഒരു ഒത്തൊരുമയുണ്ടല്ലേ? തീർച്ചയായിട്ടും. അന്ന് തന്നെ നടന്നു പോലും തോപ്പിക്കാൻ പറ്റിയില്ല. ഇന്ന് ഓടുന്നുണ്ട്. മാരത്തൺ എന്ന് പറഞ്ഞാലും എത്ര പ്രാക്ടിക്കലാണ് മാരത്തൺ നോക്കണം. എന്തായാലും നമുക്ക് തീരുമാനിക്കാം. ഞാൻ ഓടണോ കൂടെ? വേണേ ഓടാം. അത് ഒരു ടീഷർട്ട് ഇടും, പുതുപ്പള്ളി ഫെസ്റ്റിന്റെ ഒരു ടീഷർട്ട് തന്നേക്കഥ. ഇതാണ് ഞങ്ങളുടെ ലോഗോ. ഇതിനകത്ത് പുതുപ്പള്ളി കേശവനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്, റബ്ബറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ നാടൻ പന്തുകളി ഞങ്ങളുടെ നാടിന്റെ വലിയ അഭിമാനമാണ്. ഇന്ന് വിദേശ രാജ്യം ഗൾഫിന്റെ ടൂർണമെന്റ്സ് രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്നുണ്ട് മലയാളികളുടെ. അങ്ങനെയുള്ള നാടൻ പന്തുകളി. പിന്നെ ഇതാണ്, ഇദ്ദേഹമാണ് ഷഡ്കാല ഗോവിന്ദമാരാർ, ഈ നാടിന്റെ അഭിമാനം. വലിയ ഒരു എന്താ പറയുക, സംഗീതജ്ഞനും വലിയ ഒരു മനുഷ്യനുമായിരുന്നു. അദ്ദേഹത്തെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. അപ്പം ഇടണം കേട്ടോ, തീർച്ചയായിട്ടും. എന്നിട്ട് ഓടിക്കണം. അപ്പൊ ഞാനും ഇതിന്റെ ഭാഗമായി. MLA എന്നെ ഓടിച്ചു എന്നായിരിക്കും നാളെ പറയുക. കറക്റ്റ്, എങ്ങനെ മനസ്സിലാക്കി ക്യാപ്ഷൻ ഉൾപ്പെടെ. ലഹരി മുക്ത പുതിയ കേരളത്തിനായി എന്റെ എല്ലാ കഴിവും വിനിയോഗിച്ച് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ജയ് ഹിന്ദ്. ഈ പല നേതാക്കന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലുവേ വീട് കഴിഞ്ഞ് പിന്നെ വണ്ടിക്കകത്ത് തന്നെ ഡ്രസ്സ് മാറ്റലല്ല, അതെന്തോ അതിന്റെ സംഭവം? താരമുള്ളപ്പോ ഞാൻ വിചാരിച്ചു അതും പിടിക്കുമായിരിക്കും. ഇല്ല, അത് മാത്രം എടുത്തിട്ടില്ല. ഏതായാലും നമുക്ക് സമയം പോവല്ലേ, നമ്മൾ മാരത്തൺ കഴിഞ്ഞു. ആ വേഷത്തിൽ ഇങ്ങോട്ട് വരാൻ പറ്റുമോ? ഇല്ല, മാരത്തോൺ കഴിഞ്ഞിട്ട് സാധാരണ രീതി ഒന്ന് വീട്ടിൽ പോയി ഫ്രഷ് ആയിട്ടല്ലേ സാധാരണ ഇറങ്ങുന്നല്ലേ. സമയം പോവില്ലേ? നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അവര്. അത് പിന്നല്ലാതെ വിളക്ക് കത്തിച്ച് നമ്മൾ വന്നിട്ടല്ലേ. അപ്പം അത് നമ്മൾ സമയത്തെത്തണ്ടേ? അതെ, ഞങ്ങളൊക്കെ സമയത്തെത്താനാണ് ശ്രമിക്കാറുള്ളത്. അതെന്റെ കാര്യം അറിയില്ല. ഞാനും സമയത്ത് തന്നെ എല്ലായിടത്തും എത്തുന്നത്. അപ്പൊ സമയത്തെത്തണമെങ്കിൽ ഇങ്ങനെയുള്ള ചില വിട്ടുവീഴ്ചകളൊക്കെ. ഇന്നിപ്പോ നമ്മൾ പോയ ഒരു സ്കൂളിന്റെ ആനിവേഴ്സറി ഗെയിം, അതില് സിനിമയുടെ ജോണി ആന്റണി പറയുകയുണ്ടായി, ഈ മകരത്തില് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന്. കല്യാണം മകരത്തല്ലേ പറഞ്ഞുള്ളൂ, പറഞ്ഞിട്ടില്ല. മകരത്തിൽ പ്രതീക്ഷിക്കാവോ? മകരം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മകരത്തിന് ആഘോഷം പ്രതീക്ഷിക്കാന്നല്ലേ? ഇപ്പോഴും ആഘോഷമല്ലേ, പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കല്ലേ. മകരം കഴിഞ്ഞുള്ള ഫെസ്റ്റാ. ഈ ചാണ്ടിയുമ്മന്റെ പേരിനൊരു കഥയുണ്ടോ? ഒരു കഥയില്ല. ഉണ്ട്? ഇല്ല. ഒന്ന് പറ. താനാണോ പറയുന്നുണ്ടോ ഇല്ലയോ? അല്ല, എന്നാലും ഇപ്പൊ ഉമ്മൻ ചാണ്ടി ഉമ്മൻ ഞാൻ കേട്ടിട്ടുണ്ട്. കാലക്രമേണ ഇത് മാറുമെന്നുള്ള, അതൊന്ന് പറയാമോ? കാലക്രമേണ അല്ല, എന്റെ ഫാദറിന്റെ നെയിമാണ് എനിക്ക് സർനെയിമായിട്ട് കിട്ടിയിരിക്കുന്നത്, ഉമ്മൻ. ഓക്കെ. എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേരാണ് ചാണ്ടി. സോ അതാണ് ചാണ്ടി ഉമ്മൻ. അപ്പം എനിക്കൊരു മകനുണ്ടായാൽ അദ്ദേഹത്തിന് ഉമ്മൻ, എൻ്റെ പേര് സർനെയിമായിട്ട് വരും, ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി എന്ന് വരും. നമ്മളെല്ലാം അതിനു വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ. എല്ലാം സന്തോഷമായിട്ട് നടക്കട്ടെ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ ദാസ. താങ്കൾ ഇപ്പോഴും കാത്തിരിപ്പിലാണോ? അല്ല, എനിക്കങ്ങനെ കാത്തിരിക്കാൻ. കാത്തിരിപ്പ് ജനം തീർത്തില്ലേ ഇതുവരെ? എനിക്ക് എല്ലാ ഒരു മാസം കൂടുമ്പോ വൈറൽ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. കാത്തിരിക്കാൻ ഒരു പെണ്ണില്ല ജീവിതത്തിൽ എനിക്ക്. എന്തേലും പറ, എന്റെ കല്യാണം കൂടെ ഒന്ന് എന്തേലും പറയാൻ പറ്റുമെങ്കിൽ. അതിനെ പറ്റി ഒരു ഹോപ്പില്ല, അത് പറയുന്നു. പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലെന്നല്ലേ. ഈ ഞാൻ കേട്ടൊരു കഥയുണ്ട്, കോയമ്പത്തൂര് ഒരു അത്യാവശ്യത്തിന് നിങ്ങൾ പോവാ വാഹനത്തിൽ, ഓക്കെ, ഒരാള് റോഡിൽ ആക്സിഡന്റിനെ പറ്റി കിടക്കുന്നു. എത്ര തിരക്കാണെങ്കിലും ആ ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന് ശേഷമാണ് പിന്നെ ആ ഒരു പരിപാടിക്ക് അറ്റൻഡ് ചെയ്തത്. അതിന്റെ കഥ എന്തുവായിരുന്നു? അതന്നെ, സ്വാഭാവികമായിട്ട് ഒരാള് നമ്മള് വീണ് കിടക്കുന്ന കാണുമ്പം നമ്മൾ ഹോസ്പിറ്റലിലാക്കുക എന്നുള്ളത് ഒരു
മര്യാദയാണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കടമയാണല്ലോ. ആ ഒരു കാര്യം ചെയ്തുള്ളൂ, അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല കാര്യമായിട്ട്. ഒരു മനുഷ്യത്വം. എന്നാലും ചിലവർ പറയുന്ന ഒരു കമൻ്റ് ഉണ്ട്, ക്രിസ്ത്യനല്ലേ എന്തിനാ അമ്പലങ്ങളിൽ പോകുന്നതെന്ന്. അമ്പലങ്ങളിലും പോകാറുണ്ട്. എനിക്കൊന്ന് ഇന്ന് വന്ന മാരത്തോണിൽ തന്നെ ജാതിഭേദ ഭേദമന്യേ എല്ലാവരും ഉണ്ട്. അപ്പം അമ്പലത്തിൽ പോകുന്നതിന് എതിർപ്പോ അങ്ങനെയൊന്നുമില്ല. കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് എനിക്ക് വലിയ വിശ്വാസമാണ്. അദ്ദേഹത്തെ എനിക്ക് ജീവിതത്തിൽ 3 പ്രാവശ്യം, ജീവനോടെ 2 പ്രാവശ്യം അല്ലാതെയും ഒരിക്കൽ 3 പ്രാവശ്യം കാണാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മതങ്ങൾ ഭാഷകളാണ്. 4 പ്രാവശ്യം, 3 അല്ല 4 പ്രാവശ്യം ഞാൻ കേട്ടിട്ടുണ്ട്. മതങ്ങൾ ഭാഷകളാണ്, ചിലത് ഹിന്ദു, ചിലത് മുസ്ലിം, ചിലത് ക്രിസ്ത്യൻ. ഞാനതിലാണ് വിശ്വസിക്കുന്നത്. നമുക്കങ്ങനെ ക്രിസ്ത്യൻ അങ്ങനൊന്നുമില്ല. ഭാഷയാണ്, ഭാഷയുടെ വ്യത്യാസം, സംസ്കാര വ്യത്യാസം, ദൈവത്തെ മനസ്സിലാക്കുന്ന രീതിയുടെ വ്യത്യാസം, അതാണ് അതിൻ്റെ. ഗുരുദേവനും അതല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ഗുരുവിൻ്റെ സർവ്വസമ്മേളനം വത്തിക്കാനിൽ നടത്തുവാൻ, ഇതേ മാർപ്പാപ്പയുടെ സാന്നിധ്യത്തിൽ നടത്തുവാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ്. എനിക്കാണ് അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. അത് എൻ്റെ നിയോഗമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഈ പ്രായത്തേക്കാൾ മൂത്തവർ ചാണ്ടിമോനെ എന്ന് വിളിക്കുന്നു, കൂട്ടുകാരെ പോലെ ചാണ്ടി ചേട്ടാ എന്ന് വിളിക്കുന്നു. അപ്പോൾ സാറെന്നുള്ള വിളി പൊതുവെ കുറവാണ്. അത് കേൾക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അതോ ഈ ചേട്ടാന്ന് മോനെന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? എന്നെ കൊച്ചുകുട്ടി ഒരാൾ ചാണ്ടി എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ചാണ്ടി എന്ന് വിളിക്കുന്നത് ഇഷ്ടം. ഓക്കെ. ഒരു സ്കൂളിൻ്റെ ആനിവേഴ്സറിക്ക് പോയപ്പോൾ ഒരു കൊച്ചുകുട്ടി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ആ കഥ എന്തായിരുന്നു? ഉമ്മൻചാണ്ടി ഇപ്പം കണ്ടില്ലേ, പിതാവ് പറഞ്ഞു വന്നപ്പോൾ ഉമ്മൻചാണ്ടി എന്നാണ് പറഞ്ഞത്. പിന്നെ ആൾക്കാർ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം തിരുത്തിയത്. അപ്പം സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ പേര് വളരെ സിമിലർ ആയതുകൊണ്ട് അപ്പയുടെ മനസ്സാണ് എപ്പോഴും ഇവരുടെ എല്ലാം ഫേസാണ് ഇവരുടെ എല്ലാം മനസ്സിൽ കിടക്കുന്നത്. അപ്പം അദ്ദേഹം മരിച്ചിട്ട് 3ാമത്തെ വർഷവും എന്നെ വിളിക്കുന്ന ഉമ്മൻചാണ്ടി എന്നാണെങ്കിൽ അദ്ദേഹം എന്തുമാത്രം അവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്നുള്ളത്. അപ്പം എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. അത്രയും ഒരു പിതാവെന്ന രീതിയിൽ ജനഹൃദയങ്ങളിൽ പിടിച്ചു പറ്റിയിട്ടുണ്ട് സ്നേഹം. അപ്പം മകനും അത് തീർച്ചയായിട്ടും കാത്തു സൂക്ഷിക്കുന്നുണ്ട്, ആ ഒരു സ്നേഹം മുന്നോട്ട് തുടരുന്നുമുണ്ട്. അപ്പം അതിലെപ്പോഴെങ്കിലും ഒരു പേടി തോന്നിയിട്ടുണ്ടോ? കാരണം പിതാവിനൊരു വിലയുണ്ട്, ഞാനായിട്ട് അതൊരിക്കലും കളയല്ലേ, നശിപ്പിക്കല്ലേ. അതിപ്പം ജീവിതകാലം മൊത്തം പുലർത്തിക്കൊണ്ട് ഇപ്പൊ വലിയ പേടിക്കേണ്ട കാര്യമില്ല. ജീവിതകാലം മൊത്തം അതൊരു ഫാക്ടറായിരുന്നു എൻ്റെ ലൈഫിൽ. അതുകൊണ്ട് നമ്മളത് വലിയ ഒരുവിധം ഇപ്പം അതിനകത്ത് പുതിയൊരു കാര്യമില്ല, പുതുതായിട്ടൊന്നുമില്ല. പിതാവ് തന്ന, നമ്മളെല്ലാവരും ഏറെ സ്നേഹിച്ച ഉമ്മൻചാണ്ടി സാറ് തന്ന ജീവിത പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു? അല്ല, ജനങ്ങളോടൊപ്പം എന്നും പ്രവർത്തിക്കുക എന്നുള്ളത് അദ്ദേഹം കാണിച്ചൊരു കാര്യം. അത് അദ്ദേഹത്തെ പോലെ ആർക്കും ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ അവസരത്തിൽ പറയുക. ജനങ്ങളായിരുന്നു ചെയ്തത്. അപ്പം ഇത് ഇപ്പം കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് ഇതിൻ്റെ അർത്ഥവും കൂടി എനിക്ക് മനസ്സിലായി. ഇത്രയും അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഇപ്പം എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായി. അന്നത്രയും എനിക്ക് മനസ്സിലാക്കുവാൻ നമ്മൾ ഷൂസിലോട്ട് വരുമ്പോഴേ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അന്ന് വീടുകളിൽ രാവിലെ കുട്ടിയായിരിക്കും എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനസാഗരങ്ങളായിരുന്നു. അത് കൺമുന്നിൽ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു സ്ഥാനത്തിലേക്ക് പിതാവിന് ശേഷം ചാണ്ടിയുമ്മൻ എത്തിക്കഴിഞ്ഞപ്പം ഇത് അനുഭവിച്ച അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അത്ര എളുപ്പമല്ല വെച്ചാൽ നമുക്ക് നമ്മുടേതായ കുറച്ച് ജീവിതത്തിൽ ചേഞ്ചസ് വരണം. കാരണം ഈ വരുന്ന വ്യക്തിയുടെ പ്രശ്നം എൻ്റെ പ്രശ്നമാണെന്ന് തോന്നലുണ്ടായാൽ മാത്രമേ നമുക്ക് അതേപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള ശ്രമമാണ് നമ്മൾ ഉണ്ടാകേണ്ടത്. അപ്പം നമുക്ക് നമ്മുടേതായ ചേഞ്ചസ് വരുത്തണം. നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒത്തിരി പേര് കാണും, അവരോടും കൂടി നമുക്ക് അതേ രീതിയിൽ ഇഷ്ടമുള്ളവരോട് പെരുമാറുന്ന രീതി തന്നെ പെരുമാറാൻ പഠിക്കണം. അത് നമ്മൾ ഒന്ന് വിട്ടുവീഴ്ചകൾ നടത്തേണ്ടടുത്ത് വിട്ടുവീഴ്ച നടത്തണം, മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കണം. അതൊക്കെ ട്രെയിനിങ് വരുന്നേ ഉള്ളൂ. ഈ കുറച്ച് സമയങ്ങളായിട്ട് ഞാൻ ഇപ്പം മണിക്കൂറോളം ഈ വണ്ടിയിലുണ്ട്. ഒരുപാട് ഫോൺ കോൾസ് വരുന്നു, ഒരുപാട് ആളുകളെ കാണുന്നു, അവരുടെ പ്രശ്നങ്ങളെ നേരിടുന്നു. ഇപ്പം ഞാനാണെങ്കിൽ പേഴ്സണലി എനിക്ക് വട്ട് പിടിക്കും കേട്ടോ. അപ്പം എപ്പോഴെങ്കിലും ഒരു മാനസികാവസ്ഥ ഒരു വട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് പിടിക്കേണ്ട കാര്യമുണ്ടോ എനിക്കോ? അല്ല, ഞാൻ ചോദിക്കുമോ അപ്പം എപ്പോഴെങ്കിലും ദേഷ്യമോ അതൊന്നും എങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞേ. ആര് കടിച്ചു? ഞാനിപ്പോൾ നോർമലായിട്ടല്ലേ ഇരിക്കുന്നത്. ഞാൻ അങ്ങനല്ല പറഞ്ഞേ. ഇപ്പം ഞാൻ ഉദ്ദേശിച്ചത് അത്രയും തിരക്കുകൾ വരുമ്പം നമുക്ക് തന്നെ സ്വാഭാവികമായിട്ടും നമുക്കും ഫ്രസ്ട്രേറ്റ് ആവും. എനിക്കൊരു ദിവസം രാവിലെ ഒരു ഫോൺ എടുക്കാറുന്ന 25 മിസ് കോൾ കാണും. അത് മാനേജ് ചെയ്യണം, നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ട് അതിൻ്റെതായ പ്രശ്നങ്ങളും നമുക്കും ഉണ്ട്. നമുക്കും അതിൻ്റെ ഡീൽ ചെയ്യാൻ എളുപ്പമല്ലല്ലോ. നമ്മൾ ഇങ്ങനെ കഴിഞ്ഞ ഒരു 3 വർഷത്തെ ട്രെയിനിങ് ആയി.
ഇനിയും തുടരണം. ഇപ്പൊ എനിക്ക് ബേസിക്കലി വട്ടാണെന്നാണ് പറഞ്ഞു വന്നതിന്റെ അയ്യോ ഒരിക്കലും അല്ല കേട്ടോ. ഇതിപ്പം കാണികൾ എനിക്ക് വട്ടാന്ന് പറയും. നമ്മൾ തമ്മിൽ ഒരു കാര്യത്തിൽ ഒരു കോമ്പിനേഷൻ ഉണ്ട്, എന്താന്ന് പറയാമോ? വേണ്ട, കോമ്പിനേഷൻ വേണ്ട. അല്ല എന്തോന്ന് ഊഹിക്കാവോ? ഞാൻ പറയട്ടെ. ഇപ്പം സംസാരത്തിൽ പറഞ്ഞില്ലേ ചാണ്ടിയുമ്മനും ശത്രുക്കളുണ്ടെന്ന്. എനിക്കും ഉണ്ട്. ശരിക്കും തന്നെ മിത്രങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു, തന്നെ കറക്റ്റ് ചെയ്യുന്നവരവർ. ഒരിക്കലും അല്ല കേട്ടോ. ഇതിന് മാത്രം എന്നാ ശത്രുക്കളാന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഇനിയിപ്പം വാഹനത്തിൽ പോന്നു, ഒരു MLA ബോർഡേലും വെക്കണ്ടേ? ആവശ്യമില്ലല്ലോ. എൻ്റെ ഫാദർ വെച്ചിട്ടില്ല, അപ്പം ഞാൻ വെക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. ഇപ്പൊ MLA ബോർഡ് വെക്കാത്ത പക്ഷം എങ്ങനെയാണ് ഇത് ചാണ്ടി ഉമ്മന്റെ വണ്ടിയാണെന്ന് അറിയുന്നത്? എൻ്റെ വണ്ടിയാണ് എന്തിനാ അറിയുന്നത്? അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധി നേരിടേണ്ടി വന്നിട്ടുണ്ടോ? അല്ല, ഇപ്പൊ ടോളിലൊക്കെ പോകുന്ന സമയങ്ങളിലും അതൊക്കെ സ്വാഭാവികമായിട്ടും അതൊക്കെ മാനേജ് ചെയ്യാന്നുള്ള കാര്യമല്ലോ. അതാ ഫേസ് കണ്ടാൽ മതി, അതിലുണ്ട്. എന്നാലും ഒരു MLA ബോർഡൊക്കെ വെക്കാൻ കേട്ടോ. സാധാരണ ഒരു പദവി ഇല്ലാത്തവനൊക്കെ ഒരു പദവി കിട്ടുമ്പം അഹങ്കാരത്തിനപ്പുറമാണ്. അപ്പൊ കുറച്ചൊക്കെ ഒന്ന് അഹങ്കരിക്കുന്നത് തെറ്റുണ്ടോ? എനിക്ക് അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടില്ല, ജനങ്ങൾക്കും തോന്നിയിട്ടില്ല. MLA ബോർഡ് പറയും. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇങ്ങനെ ഉത്തരം പിടിച്ചു മേടിക്കാൻ പറ്റുമോ അറിയുന്നത്? ഒരിക്കലും പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതാ പ്രശ്നം, പുതിയ പുതിയ ഉത്തരങ്ങൾ എനിക്ക് തരിക. അത് അന്നേന്റെ ഇന്ന് അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നത്. എല്ലാ ദിവസവും വാർത്ത വരുന്നുണ്ടല്ലോ തന്നെ കുറിച്ച്, നല്ലതല്ലേ? അത് തീർച്ചയായിട്ടും ഞാനും അതാ മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി തന്നു കേട്ടോ. അതൊരുപാട് പേര് ഏറ്റെടുത്തു. ഏത് പാട്ടായിരുന്നു? അല്ല, അമ്പലപ്പുഴയാണോ? അമ്പലപ്പുഴയാ. അതെ, ഒത്തിരി പ്രാവശ്യം പാടി, ഇനി പാടാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ട്രെൻഡിങ് പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി റെഡി പോട്ടെ. താൻ പാടിക്കോ. അതല്ല, ഏതെങ്കിലും ഒരു പാട്ട്. ഏത് പാട്ടാ? ഏതെങ്കിലും രണ്ടുപേരും ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കും. ഇപ്പൊ എന്നെ കണ്ടിട്ട് പാടാൻ തോന്നുന്നൊരു പാട്ട് ഏതായിരിക്കും? ഞാൻ പാടിയപ്പോ അതിനെക്കാട്ടി ഇതാവും. അല്ല, പാടിക്കോ, എനിക്ക് കുഴപ്പമില്ലല്ലോ. എന്റെ പാട്ട് വരച്ച പാട്ട് വരുന്നത് ഞാൻ ഇപ്പൊ പാടുന്നില്ല. പാടിക്കോ. വേണ്ട, തന്നെ അങ്ങനെ കേരളാക്കുന്നില്ല ഞാൻ. അല്ല, എന്നെ ആക്കണ്ട. എന്നെ കണ്ടിട്ട് പാടാൻ തോന്നുന്നൊരു പാട്ട് പാടിക്കോ, കുഴപ്പമില്ല. ശരിയല്ലേ? ഇപ്പൊ പാട്ട ഒഴിവാക്കുക. കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ല. എന്റെ പൊന്നേ. ഓക്കെ, ഇലക്ഷൻ ഇങ്ങനെ കടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് മറ്റ് സ്ഥാനാർത്ഥികളെ ഇവിടെ രേഖപ്പെടുത്തുന്നില്ല, അല്ലെ പറയുന്നില്ല? അറിയില്ല, അത് അവരുടെ സ്ട്രാറ്റജി ആയിരിക്കും. എന്ത് സ്ട്രാറ്റജി? നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യാനായിരിക്കാം. ചിലപ്പോൾ അവർക്ക് അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ രീതിയിൽ, അവർ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനായിരിക്കാം. അപ്പോൾ ഓരോ പാർട്ടിക്ക് ഓരോ സ്ട്രാറ്റജി ആണല്ലോ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അവർ ഉപയോഗിക്കുന്നു. അതിനകത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഈ മത്സരത്തിനോട് പേടിയുണ്ടോ? സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം പിന്തുണ ഉണ്ടെങ്കിലും ഇലക്ഷൻ അത് മാനേജ് ചെയ്യണ്ടേ? ഇലക്ഷൻ വലിയ പ്രോസസ്സല്ലേ. ഒത്തിരി പേര് നമുക്കതിനകത്ത് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ സകല കാര്യങ്ങളും നടത്തേണ്ട ഒരു കാര്യമല്ലേ. അപ്പം അതിൻ്റെതായ കുറച്ച് ചിന്തകളുണ്ട്. ഈ ഇലക്ഷന്റെ തലേ ദിവസം ഉറക്കം കിട്ടത്തില്ലെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കല്ലെങ്കിലും ഇപ്പോൾ ഉറക്കമില്ല. അതെനിക്ക് മനസ്സിലായി. ഉറക്കമില്ല, കഴിപ്പില്ല, അതുമായിട്ട് ബന്ധമില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആഹാരം എന്തുമായിരിക്കും? അല്ല, അതിപ്പോൾ എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടം, അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇഷ്ടമില്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ കഞ്ഞിയും പയറുമാണ് ഇഷ്ടം. പക്ഷെ ഇപ്പം ഈ പറഞ്ഞ പോലെ കഞ്ഞിയും പയറും വെക്കാൻ ആളില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യാൻ, കിട്ടാൻ വഴിയില്ല. അടുത്ത ചോദ്യം വരട്ടെ. ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ രാവിലെ പറഞ്ഞ് ചായ തന്നെ ഇട്ട് കുടിക്കുന്നു. ഞാൻ ചായ കുടിക്കാറില്ല. ഇല്ല, പറഞ്ഞല്ലോ. ഞാൻ ചായ കുടിക്കത്തില്ല. എന്നാ ഓക്കെ, ജ്യൂസ് ഇപ്പം കുടിക്കാൻ ആഗ്രഹമുണ്ട്. മിക്സിക്കകത്തിട്ട് അടിക്കേണ്ട ഒരു നാരങ്ങ, അടിക്കാനൊരു സഹായം വേണ്ടേ? ഇപ്പൊ കഞ്ഞിയും പയറും ഉണ്ടാക്കണ്ട, അതിന് ഒരാള് സഹായം വേണ്ടേ? അപ്പൊ ഭാര്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇനി പെണ്ണുങ്ങളും കൂടെ ഉള്ളു പൊങ്കാലിയുടെ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചേ. എന്നാലും ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടില്ലേ ഒരു തുണയെ വേണമെന്ന്? ആണോ? ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. നന്നായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമായിട്ടുള്ള വരെ അല്ല, അങ്ങനല്ല, ഞാൻ വായിക്കും.
രണ്ട് സാറേ രാവിലെ മുതൽ ഇതുവരെ ഒരുമിച്ചാ. ഇതെന്തോ തിരക്കാ ഇത്? എനിക്കോ തിരക്കില്ലല്ലോ. അല്ല, ഞാൻ കൂടി ഇത്രയും നേരം ഇരിക്കുന്നോണ്ട് ഞാൻ പറയുക, ഇറങ്ങുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, വരുന്നു. അപ്പൊ ഇതിലെല്ലാം ആൾക്കാർ പരാതികളായിട്ട് വരാറുണ്ട്. ആൾക്കാർ ഓരോ കാര്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞ് സമീപിച്ച് വരാറുണ്ട്. അപ്പൊ ഇതെല്ലാം സമീപിച്ച് കൊടുക്കാറുണ്ടോ? അതോടൊപ്പം തന്നെ ഇതിന് സമയം കിട്ടാറുണ്ടോ? എന്റെ ഫാദർ ഉണ്ടായിരുന്ന തിരക്കിന്റെ 10-1 എനിക്കില്ല. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായിട്ടും മറ്റ് പല രീതിയിൽ പ്രവർത്തിച്ച് അദ്ദേഹം കടന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം പക്ഷെ എനിക്ക് എൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ഞാൻ ചെയ്യാവുന്നത് എനിക്ക് ആൾക്കാർ തരുന്നതൊക്കെ ശ്രമിക്കും എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്നെ കൊണ്ട് പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ആൾക്കാർ ആവശ്യപ്പെടും. ഇപ്പോൾ റോഡിൻ്റെ കാര്യം, റോഡ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, സർക്കാരും എൻ്റെ കയ്യിലുള്ള ഫണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കൊടുത്താൽ പോലും ചിലപ്പോൾ ഉപയോഗിക്കണമെന്നില്ല. അപ്പോൾ പരിമിതി ആ കാര്യത്തിലൊക്കെ ഉണ്ട്. അപ്പം നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സാക്ഷിക്കൊരു കുത്തുണ്ടാവരുത്. എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ ചെയ്തില്ല, പക്ഷെ എനിക്ക് അങ്ങനൊരു കുത്ത് എനിക്കില്ല. അവർക്കൊരു വിഷമമുണ്ട്. ഞാൻ എൻ്റെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്തു, നടന്നില്ല. അവർക്കൊരു വിഷമം കാണും, സ്വാഭാവികമാണ്. പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്കൊരു കുത്തില്ല. കാരണം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞാൻ 100% ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റാത്തത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്യും. ഞാൻ പറയാറുണ്ട്, ചെയ്യാൻ പറ്റത്തില്ല തന്നെ പറയാറുണ്ട്. കാരണം അവർക്ക് ഒരു മാനസിക വിഷമം ഉണ്ടായാലും പറഞ്ഞു പറ്റിക്കാൻ പറ്റത്തില്ലല്ലോ. സത്യം. ജനങ്ങള് സ്വീകരിച്ചു വിടുന്നതാണല്ലോ. പിന്നെ ജനങ്ങളെ എന്നെ വിശ്വസിച്ചാണ് ജോലി എന്നെ ഏൽപ്പിച്ചത്. അത് ഏൽപ്പിച്ചത് 2.5 വർഷക്കാലത്തേക്കാണ്. ആ 2.5 വർഷത്തെ കാലം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ ആ സമയത്തിനുള്ളിൽ എനിക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നടത്താൻ പറ്റുന്നതൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം 2.5 വർഷം കാലയളവ് തീരാൻ പോവുകയാണെങ്കിൽ പോലും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ഇനി തുടരണം. അതൊക്കെ ജനങ്ങൾ ഇലക്ഷന് ശേഷം പറയും. കാരണം ജനങ്ങൾ പറയുന്നത് മാത്രമല്ലല്ലോ, ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ബോൾ ഗെയിമാണല്ലോ. അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സും ഒത്തിരി കാര്യങ്ങളും വിജയപരാജയങ്ങളൊക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതൊക്കെ ജനങ്ങളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. ജനങ്ങൾ പൂർണ്ണമായിട്ട് നിശ്ചയിക്കുന്നതാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. സ്നേഹിക്കുന്ന ജനങ്ങളോട് എന്താ പറയാനുള്ളത്? അല്ല, ഞാനെന്നും അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. കാരണം ഒന്ന്, എൻ്റെ ഫാദറിനെ ജീവിതകാലം മൊത്തം അവര് തോളിൽ കൊണ്ടു നടന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടും എൻ്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരാണ് ഞങ്ങളെ ചേർത്ത് പിടിച്ചത്. ജനങ്ങൾ അണമുറിയാതെ ഇന്നും വന്നുകൊണ്ടിരിക്കുന്നവർ, അതായത് എൻ്റെ ഫാദറിന്റെ മരണം മുതൽ ഇന്നേ വരെ വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, അവരെ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ എന്നും അങ്ങനെ ആയിരിക്കും. അവർക്ക് വേണ്ടി ഏതറ്റം വരെ പോകും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അവര് പിതാവിന് കൊടുത്ത വാക്ക് ഇന്നും പാലിക്കുന്നു. തീർച്ചയായിട്ടും. സാണി സാറേ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്, അവതാരങ്ങളിലുപരി. മിമിക്രി എന്നാണ് എൻ്റെ തുടക്കം. ഞാൻ മിമിക്രി തുടങ്ങിയത് തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം എടുത്തിട്ടാ. അപ്പം ഞാൻ ഒന്ന് പരീക്ഷിക്കുവാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. അതായത് ജീവിതത്തിൽ എൻ്റെ സന്തോഷ നാളുകളില് ചാണ്ടി മോനെ, നീ എൻ്റെ കൂടുണ്ട, കയ്യും തന്നേടാ, നീ എൻ്റെ കൂടുണ്ടായിരുന്നടാ. എനിക്കൊന്നേ പറയാനുള്ളൂ, ജനങ്ങൾക്ക് കൊടുക്കുന്ന വിശ്വാസം അതിനീ കാക്കണം. അപ്പനെ പോലെ തന്നെ നീ മുന്നോട്ട് പോകണം. ചക്കരവും മകട്ടോ. സന്തോഷം. ഇഷ്ടപ്പെട്ടോ? നല്ല സൗണ്ട്. അതേപോലെ അവസാനത്തെ കാലത്ത് അതിന്റെ സൗണ്ട് പോലെ തന്നെ, യാതൊരു സംശയമില്ല. ഈ വീട്ടിലെ പിതാവ് ഒരു ദേശീയക്കാരനായിരുന്നോ? അപ്പനും മോനും ആണല്ലോ. വീട്ടിലെ പിതാവ് ദേശീയക്കാരനാന്ന് ചോദിച്ചാൽ അദ്ദേഹം വളരെ ചുരുക്കമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് വീട്ടില് ഞങ്ങൾ സംസാരിക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് അതിനെ പറ്റി സംസാരമേ ഇല്ലാത്ത ഒരാളാണെന്ന് വേണേൽ പറയാം ചില അവസരങ്ങളിൽ. അതേസമയം ചില അവസരങ്ങൾ, ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒത്തിരി കഥകൾ പറയുമായിരുന്നു. പണ്ടൊരു ഉറുമ്പ് കഥയുണ്ടായിരുന്നു. ആ ഉറുമ്പ് അത് ഒരിക്കലും തീരത്തില്ലാത്തൊരു കഥ. എനിക്കിപ്പോ ഞാൻ സത്യം പറഞ്ഞ ആ ഉറുമ്പ് കഥ മറന്നുപോയി. എങ്കിൽ പോലും ഒരു ഉറുമ്പ് ഒരു മണി അരി എടുത്തുകൊണ്ട് പോയി, അടുത്ത് രണ്ടാമത്തെ ഉറുമ്പ് ഒരു മണി എടുത്തുകൊണ്ട് പോയി. അങ്ങനെ ഓരോ ഉറുമ്പിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മണിയും തീരുന്നില്ല, ഉറുമ്പും തീരുന്നില്ല, മണിയും തീരുന്നില്ല. അതായിരുന്നു എൻ്റെ ഓർമ്മ. പിന്നെ ഒരു രാജാവിൻ്റെയും മന്ത്രിയുടെയും കഥയുണ്ട്. അതെല്ലാ പ്രാവശ്യവും ഇങ്ങനെ പറയുന്നൊരു കാര്യമാണ്. രാജാവും മന്ത്രിയും വേട്ടയ്ക്ക് പോയി, കേട്ട് കാണും. വേട്ടയ്ക്ക് പോയപ്പം ഈ രാജാവിൻ്റെ കൈ വിരൽ മുറിഞ്ഞു പോയി. അപ്പൊ മന്ത്രി പറഞ്ഞു എല്ലാം നന്മയ്ക്കെന്ന് പറഞ്ഞു. അപ്പൊ രാജാവിന് ഇഷ്ടപ്പെടില്ല, ആണല്ലോ. അപ്പൊ നേരെ ജയിലിലടച്ചു. ജയിലിലടച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയാ, അവിടെ ഒരു
ഞാൻ കൃത്യമായി എനിക്ക് അത് ഓർമ്മയില്ല. പക്ഷെ എല്ലാം നന്മയ്ക്കായിട്ട് എന്നുള്ളതാണ് ഫൈനൽ മോറൽ ഓഫ് ദി സ്റ്റോറി. അദ്ദേഹം വീണ്ടും രാജാവ് വീണ്ടും കാട്ടിൽ പോകുന്നു. കാട്ടിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ വീണ്ടും കാട്ടുജാതിക്കാർ പിടിക്കുന്നു. കാട്ടുജാതിക്കാർ പിടിച്ചിട്ട് ദേവി പ്രതിക്കായിട്ട് അർപ്പിക്കാനായിട്ട് പോകുന്നു. അപ്പം നോക്കുമ്പം കൈ മുറിവുള്ള ആളെ ബലിയർപ്പിക്കാൻ പറ്റത്തില്ല, ഊനം ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഊനമില്ലാത്ത ആളെ ബലിയർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അയാളെ തുറന്നു വിടുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ മന്ത്രിയെ സ്വതന്ത്രനാക്കുന്നു. അപ്പം മന്ത്രി പറയുന്നു, എനിക്കും നന്മയ്ക്കായിട്ടാണ് സംഭവിച്ചതെന്ന്. ഞാൻ ജയിലിൽ പോയത് എനിക്ക് നന്മയ്ക്ക. അതെന്താ കാരണം അദ്ദേഹവും ജയിലിൽ പോയില്ലായിരുന്നെങ്കിൽ മന്ത്രി രാജാവിൻ്റെ അടുത്ത് പോയനെ. മുറിവൊന്നുമില്ല, പുള്ളിയെ പിടിച്ചു കെട്ടിയനെ. അപ്പൊ എല്ലാം നല്ലതിന്. താങ്കൾ ഏറി പോകുന്നത് നല്ലതിനാണ്. അത് തന്നെയാണല്ലോ സംഭവിക്കുന്നതും. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പിതാവിനെ കണ്ടൊരു മാജിക് എന്തുമായിരിക്കും മകൻ ചാണ്ടി ഉമ്മൻ? ജീവിതകാലം മൊത്തം പോസിറ്റീവായിട്ടൊരാള്, ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഞാനിങ്ങനെ ഡൽഹിയിൽ അസ്വസ്ഥനായി അല്ലെങ്കിൽ ഒരു ഒറ്റയ്ക്ക് കാണുമ്പോൾ നമുക്ക് ചെറിയ വിഷമമാണല്ലോ. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അതൊരു വേറെ അറ്റ്മോസ്ഫിയറാണ്. അവിടെ പോസിറ്റിവിറ്റിയാണ്, ഫുൾ പോസിറ്റിവിറ്റി. അതെങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നൊരു പോസിറ്റിവിറ്റി തന്നിട്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പഠിക്കുന്ന കാലത്ത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന വ്യക്തി ഉഴപ്പനായിരുന്നോ, മിടുക്കനായിരുന്നോ, അതൊരു മുണ്ണയായിരുന്നോ? ഏതായാലും തൻ്റെ കൂട്ടരല്ല, മുണ്ണയെ ചോദിച്ചു മേടിച്ചതാ, കുഴപ്പമില്ല. ജനങ്ങൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയാ കേട്ടോ. പറ, എന്തായിരുന്നു? തൻ്റെ കൂട്ടല്ലാതെ പറഞ്ഞില്ല, ഇത് കൂടുതലെന്ന് പറയാൻ. അതിൻ്റെ അർത്ഥം ഈ ഏറ്റവും അവസാനത്തെ കാറ്റഗറി അല്ലാത്ത അർത്ഥം. മുണ്ണയില്ലായിരുന്നു. ഓക്കെ, മിടുക്കനായിരുന്നു. തൻ്റെ കൂട്ടല്ലാന്ന് പറഞ്ഞപ്പോൾ തന്നെ മിടുക്കനായി. ഓക്കെ, ശരി. അപ്പൊ ഈ പഠിക്കുന്ന സമയത്ത് നീ പഠിക്കണം, പഠിച്ച് വേറെ ജോലി മേടിക്കണം എന്നൊക്കെ വീട്ടുകാർ പറയുമായിരുന്നോ? ഇല്ല, ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. അങ്ങനെ ഒരു ഇത് വെക്കുന്ന ഒരാളെ അല്ല. നമ്മുടെ ഒരു കണ്ടീഷനോ അല്ലെ എൻ്റെ ഒന്നും പറഞ്ഞിട്ടില്ല. പഠിച്ച് ക്ഷീണിക്കില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ കൊച്ചിലെ മുതലേ ഈ ആളുകൾ വീട്ടിൽ വരുന്നത് കാണുന്നുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും. അപ്പം അത് നമ്മുടെ ഇൻസ്പിറേഷൻ അത് തന്നെയാണ് നമ്മുടെ ജീവിതകാലം. അത് മാത്രമല്ല, ഞാൻ പറയാം, 2 ഇൻസ്പിറേഷനാണ് ഉള്ളത്. എൻ്റെ നേതാവ് രാജീവ് ഗാന്ധിയും എൻ്റെ ഫാദറും. ഇവരുടെ ഫാദർ ഉള്ളതുകൊണ്ട് 24 മണിക്കൂർ എൻ്റെ വീട്ടിൽ ആൾക്കാരായിരുന്നു. അപ്പം ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യാൻ നമുക്കൊന്നും പ്രശ്നമല്ല. അപ്പം രണ്ടും അങ്ങനെയായിട്ട് വേണേൽ കണക്കാക്കാം. ഈ സ്ഥിരം ഈ വണ്ടിയെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു, അപ്പം വണ്ടിയിലുള്ള ഡ്രൈവറുമായിട്ടൊക്കെ ഉടക്കാറൊക്കെ ഉണ്ടോ? ദേഷ്യപ്പെടാറുണ്ടോ? ഞാൻ വെറും പാവല്ലേ. ഞാൻ ആരുടെ എന്തെങ്കിലും പറയൂ? തീരെ പാവ. തീർച്ചയായിട്ടും ഡ്രൈവർ എന്നെ പറഞ്ഞാലേ ഉള്ളൂ. അല്ല, ഈ സ്പീഡ് അതെ എന്ന് പറയുന്നത് തന്നെ എല്ലാം ഉണ്ട് അല്ലേ? ഒരു പക്ഷേ MLA ആയില്ലായിരുന്നെങ്കിൽ ജീവിതത്തിൽ എന്തായാലും എന്നുള്ളൊരു ചോദ്യം എളുപ്പമല്ല. രാഷ്ട്രീയ നേതാവിൽ തന്നെ തുടർന്നേനെ. MLA ആയില്ല, അത്രേ ഉള്ളൂ. രാഷ്ട്രീയത്തിന് തുടർന്നേനെ. ഈ വട്ടം തിരിച്ചു പിടിക്കുന്നു, UDF വരുന്നു. ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? UDF അടുത്ത് മുഖ്യമന്ത്രി പറയും. എന്നാലും ജനങ്ങൾ സ്നേഹിക്കുന്നത് ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു പച്ചയായ മനുഷ്യനെയാണ്. അതല്ല, UDF കുറെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടല്ലോ. അതൊക്കെ UDF മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയെ കൂട്ടുള്ള ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കി കൊടുക്കും. ഇന്ന് ചാണ്ടി ഉമ്മന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തു ഒരു പാട്ട് പാടിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ താങ്കൾക്ക് വേണ്ടി പാടി, ഈ പ്രാവശ്യം താങ്കൾ അവർക്ക് വേണ്ടി പാടണം. എന്റെ റിക്വസ്റ്റ്. ഞാൻ മിമിക്രി ചെയ്തു. പാട്ട് പാട്ടും പാടണം. പാട്ട് പാടിയാൽ മാത്രമേ ഞാനും പാട്ട് കൊടുത്തുള്ളൂ. എന്നാൽ നമുക്ക് ഒരുമിച്ച് പാടാം എന്നൊരു പാട്ട്. അത് വേണ്ട, നീ എന്നെയും കൂടെ ഏതാ പറ. പാടിക്കോ, ഏത് പാട്ട് പാടിയോ പാടിക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് അവസാനത്തേക്ക് വെക്കാം. അതോടൊപ്പം അത് മാറ്റി അവസാനത്തേക്ക് വെക്കാം. 35 വീട് പണിതത് കേട്ടു. ഇത് 35 വീട് പണിതിട്ടുണ്ടോ അതോ എന്താ കാരണം സിറ്റുവേഷൻ? അല്ല, പണിഞ്ഞില്ല, ഞങ്ങള് വെറുതെ പറഞ്ഞ. അല്ല, പണിതു ഇല്ല, പണിഞ്ഞിട്ടില്ല, വെറുതെ പറഞ്ഞ. ഞാൻ കേട്ടതാ 35 വീട് പണിതെന്ന്. പണിഞ്ഞ് കൈമാറി. ഇനി നാളെ ബാക്കിയുള്ള 14 വീടും കൂടെ കൈമാറും. 50 വീട്. 50 വീട്. അടിപൊളി. ഈ വീടില്ലാത്ത ഒരാൾക്ക് വീട് പണിത് കൊടുക്കുമ്പോളേ ഈ താക്കോൽദാനത്തിന് അവരുടെ മുഖത്തുള്ളൊരു പുഞ്ചിരിയുണ്ട്, അല്ലെ അവർ പറയുന്ന ഒരു സംസാരമുണ്ട്, സമീപനമുണ്ട്. അതെന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സാധനമായിട്ട് തന്നെയാണ്. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതല്ല.
ഓക്കെ. വീടിന്റെ നേരത്തെ ഇറക്കം തിരിച്ച ആളല്ല. പക്ഷെ ഈ പ്രപഞ്ച ശക്തി എന്ന് പറഞ്ഞത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രപഞ്ചത്തിന്റെ നിയോഗമാണ് ഇത് ചെയ്തു തീർക്കുക എന്നുള്ളത്. ആ പ്രപഞ്ചത്തിന്റെ നിയോഗം നമ്മൾ ഏറ്റെടുത്ത് നടത്തുക എന്ന് മാത്രമേ. ഞാനൊരു കാര്യക്കാരൻ മാത്രം, എനിക്ക് അതിനകത്തൊരു ക്രെഡിറ്റും ഇല്ല. ഐ ആം ജസ്റ്റ് എക്സിക്യൂട്ടിങ് ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഉത്തരവ്. സോ എന്നെ സംബന്ധിച്ച് ആ ഉത്തരവ് ഉത്തരവാദിത്വം നിറവേറ്റുക എൻ്റെ ബാധ്യതയാണ്. അത് ഞാൻ നടത്തി. പിന്നീടൊരു കാരണക്കാരനായി, അതിനൊരു കാര്യക്കാരനായി. 2-3 കമന്റ്സ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. വെള്ള ഷർട്ടൊന്ന് മാറ്റാം, അപ്പോഴാണ് ഈ ഒരു കളർഫുൾ ഇട്ടത്. അതല്ല, രാവിലെ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഇട്ടത്. കാരണം വണ്ടി ഇരുന്ന ഡ്രസ്സാണ് മാറിയത്. അത് ഞാൻ ലൈവ് കണ്ടു. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇന്ന് വേറെ ഡ്രസ്സൊന്നും കണ്ടില്ല, അതുകൊണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ഈ ഡ്രസ്സ് തുടരാനോ ആളുകൾ പറയുന്നുണ്ട്, അവരോട് എന്താ പറയാനുള്ളത്? അതിപ്പം ചേരുന്നുണ്ട് കേട്ടോ. എനിക്ക് വൈറ്റ് ഷർട്ടാണ് ഇഷ്ടം. വൈറ്റ് ഷർട്ടും മുണ്ടുമാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ. ഞാൻ ആക്ച്വലി അങ്ങനെ ഇത് വളരെ കുറച്ച് മാത്രമേ ഇവിടെ പ്രിഫർ ചെയ്യുന്നുള്ളൂ. പൊളിറ്റിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഫാദർ ഒരിക്കലും മുണ്ട് ഷർട്ട് മാറിയിരുന്നില്ല. മാറിയിട്ടില്ല, ഒരിക്കലും മാറിയിട്ടില്ല. ജീവിതത്തിന്റെ അവസാനം വരെ അതൊരു ഭാഗമായിട്ട് എടുത്തിരുന്നു. എക്സെപ്റ്റ് വൺ ടൈം, ഒരു പ്രാവശ്യം ഒഴിച്ച്. അതായത് അദ്ദേഹത്തിന്റെ അമേരിക്കൻ ട്രിപ്പിൽ അദ്ദേഹം പാകിസ്ഥാനിൽ അപകടത്തിൽപ്പെട്ടു. അപ്പൊ പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ ഡ്രസ്സ് മൊത്തം പോയി. അന്ന് UK യിലും US ലും പോയപ്പോൾ അദ്ദേഹത്തിന് UK US പോയപ്പോഴും അന്ന് ആ വണ്ടി UK US പോയപ്പോഴും അദ്ദേഹം പാന്റ് ഷർട്ടുമായി സഫാരി സൂട്ടൊക്കെ ഇട്ട് പോയത് ഫോട്ടോസ് ഉണ്ട്. അതാണ് ഇട്ട് കണ്ടിട്ടുള്ളത്. അത് ഇട്ട് കണ്ടിട്ടുള്ളത് മാത്രം. അത് ജീവിതത്തിൽ അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് സ്വിറ്റ്സർലൻഡിൽ പോയാലും ഏത് സ്ഥലത്ത് പോയാലും അത് മാത്രമാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കും വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടുമാണ് പ്രിഫറൻസ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ഒരു പ്രോബ്ലമാണ്. ഒരു ദിവസം രാവിലെ തൊട്ടൊരു 7 മണിയാകുമ്പോൾ 8 മണിയാകുമ്പോൾ പിന്നെ നമ്മൾ ഈ ഡ്രസ്സ് മൊത്തം അങ്ങ് മുഷിയും. പിന്നെ നമുക്ക് അത് ആയിട്ട് എനിക്ക് രാത്രി പിന്നെ ഞാൻ വീട്ടിൽ പോകണമെങ്കിൽ രാത്രി ഞാൻ തിരിച്ച് തിരുവനന്തപുരം വല്ല പോവുകയാണെങ്കിൽ ഫുൾ ഒന്ന് മാറാതെ പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് ഇതിന് വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടിനും. പക്ഷേ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഈ കുറേ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, രാഷ്ട്രീയക്കാരനായിട്ട് മാറണം, സിനിമാക്കാരേക്കാൾ ഫെയിം ഉണ്ട്, ഒരുപാട് പൈസയുണ്ട്, ഒരുപാട് സെലിബ്രിറ്റി ആയിട്ട് ആളുകൾ ആഘോഷിക്കുന്നുണ്ട്. വാസ്തവമാണോ? വാസ്തവമാണല്ലോ. പൈസയുണ്ടോ? പൈസ ഭയങ്കരമായിട്ടുണ്ടല്ലോ. ഇത് 1 മിനിറ്റ് ന്യൂസ് അല്ല. 1 മിനിറ്റ് ന്യൂസ് അല്ലേ? അത് ഒന്ന് വിശദീകരിക്കാവോ? അല്ല, എന്നെ സംബന്ധിച്ച് ജനങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത്. അത് ഏറ്റവും ഉള്ള ആളാണ് ഞാൻ. കേരളത്തിൽ ഏറ്റവും സമ്പത്തുള്ള മനുഷ്യൻ ഞാനാണ്. തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്ക് കള്ളമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഞാനും അതിനൊരു സാക്ഷിയാണ്. കാരണം ഒരു സിനിമാ താരം അല്ലെങ്കിൽ സെലിബ്രിറ്റി വന്നിറങ്ങുന്നതിനുപരിയാണ്. അല്ല, ജനങ്ങളുടെ സ്നേഹം ഇന്നും എന്നും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. ആ പൈസ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഓക്കെ. മറ്റ് MLA നിന്ന് യുവാക്കളുടെ ഒരു ഹരമാണ് ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ MLA. അപ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾക്ക് ഇനി ഒരു MLA ആയിട്ട് വരുമ്പോൾ കൊടുക്കാനുള്ളൊരു വാഗ്ദാനം എന്തായിരിക്കും? അപ്പോൾ കൊടുത്താൽ പോരെ? ഓക്കെ, 1 മിനിറ്റ് 30 എണ്ണം. ഓക്കെ, റെഡി. അപ്പം ഞാൻ ശരിക്കും എന്തായിരിക്കും ഒരു വാഗ്ദാനം? അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഇനി കേരളം മാറേണ്ടതുണ്ട്. നമ്മൾ ക്ലീഷയായിട്ട് പറഞ്ഞാൽ പോരാ. കാരണം ഇപ്പോൾ നമ്മൾ വിദേശത്തൊരു യുദ്ധം നടക്കുക, ആ യുദ്ധത്തിൻ്റെ പ്രശ്നം നമ്മളിവിടെ അറിയുക. എന്തുകൊണ്ടാണ്? കാരണം നമ്മുടെ എല്ലാ ചെറുപ്പക്കാരും നമ്മുടെ കുടുംബങ്ങളും എല്ലാം വിദേശത്താണ്. അതെ. അമേരിക്ക ഇപ്പോൾ അങ്ങനൊരു കൺസേൺ ഉണ്ടോ? ഇല്ല. കാരണം അവരുടെ 90% അല്ലെങ്കിൽ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ നാട്ടിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്, അവിടെ തന്നെയാണ് അവസരങ്ങളുള്ളത്. ആ ഒരു കൺസേൺ സിംഗപ്പൂരിനുണ്ടോ? ഇല്ല. കാരണം അവർ ആ നാട് അതേപോലെ ഡെവലപ്പ് ചെയ്തിരിക്കുക. നമുക്കതേപോലെ നമ്മുടെ ഒരു സെൽഫ് സഫിഷ്യൻറ്റ് എക്കോണമിയും സെൽഫ് സഫിഷ്യൻറ്റ് ആയിട്ടുള്ളൊരു രാജ്യവുമായി നമ്മൾ മാറണം. ആ മാറ്റാനുള്ള ശ്രമമാണ് നമ്മളിനി നടത്തേണ്ടത്, ഏത് സർക്കാരാണെങ്കിലും. പക്ഷെ ഖേദകരം എന്ന് പറയട്ടെ, അത് നടന്നിട്ടില്ല ഇതുവരെ. നമുക്കിനി അതിന് സമയം കളയാൻ പറ്റത്തില്ല. അടുത്ത നാളുകളിൽ അത് ചെയ്തേ പറ്റൂ. നമുക്ക് നമ്മുടെ അവസരങ്ങൾ എല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി. ഓരോ അവസരങ്ങളും നിങ്ങൾ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞാൽ 1 ലക്ഷം ജോലി ഇവിടെ തരാമെന്ന് പറഞ്ഞ കൺസെപ്റ്റോടുകൂടി വന്നതാണ്. പക്ഷേ 9 വർഷമായിട്ടൊന്നും നടക്കുന്നില്ല. നമുക്ക് അതേപോലുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നതിനാ വളരെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊരു പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ നമ്മുടെ നാട്ടുകാർ മൊത്തം വിദേശത്തേക്ക് പോവാണ്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ നാട്ടിൽ അവർ നിൽക്കണ്ടേ? നമ്മുടെ നാട്ടിൽ മാറ്റം കൊണ്ടുവരണ്ടേ? നമ്മുടെ വീടുകൾ അനാഥാലയങ്ങളായി മാറുകയാണ്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം തകരുകയാണ്.
നമ്മുടെ കുടുംബ വ്യവസ്ഥ തകരുകയാണ്. ഇവിടെ തന്നെയാണ് അവർക്ക് ജോലിയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ സംസ്കാരം പോലെ ഒരു സംസ്കാരം ലോകത്തിലില്ല. എവിടെ പോയി നോക്കൂ, ഈ രാജ്യത്തിന്റെ സംസ്കാരം ഏറ്റവും മികച്ച സംസ്കാരം. ഈ സംസ്കാരത്തിലല്ലാതെ നമ്മുടെ ചെറുപ്പക്കാർ വളരാൻ പാടില്ല എന്നുള്ള ഒപ്പീനിയനാണ് എനിക്ക്. അതുകൊണ്ട് നമുക്ക് ഇനി വികസനം ഉണ്ടാവണം, മാറ്റം ഉണ്ടാവണം, ചെറുപ്പക്കാരിൽ എല്ലാ മാറ്റം ഉണ്ടാവും. അതിന് നമുക്ക് സാധിക്കും. ഈ മിക്ക യുവാക്കളോടും ഇന്ന് വെളിയിൽ ജോലിക്ക് പോകുന്നവരോടും പഠിക്കാൻ പോകുന്നവരോടും ഞാൻ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ഇവിടുന്ന് പോകാൻ കാരണം എന്താണ്? അവർ എടുത്ത വഴി പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, ഇന്നിപ്പം കോട്ടയത്തിന് ഇറങ്ങിയാലും എറണാകുളത്തിന് ഇറങ്ങിയാലും ഏതൊരു പോലീസുകാരൻ ആണുങ്ങളെ കണ്ടാൽ ചോദിക്കുന്നത്, കയറി പരിക്കാത്ത പോടാ, നിനക്ക് തന്നെ ഇവിടെ കാര്യം. ഒരു നൈറ്റ് ലൈഫ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലോട്ട് ആണുങ്ങളുടെ ജീവിതം വരിക. അപ്പോൾ ഈ പോലീസുകാരാണെങ്കിൽ പോലും കയറി പോടാന്ന് പറയാനുള്ള അവകാശം ഉണ്ടോ എന്നൊരു ചോദ്യം ആദ്യം. രണ്ട്, ഒരു നൈറ്റ് ലൈഫ് വേണ്ടേ? നമുക്ക് മോറൽ പോലീസിങ് ഇന്ത്യയിൽ ഭയങ്കര കൂടുതലാണ്. കേരളത്തിൽ ഇല്ലാതെ വിചാരിക്കുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിലും നമുക്ക് ജഡ്ജ്മെന്റാണ്. ഒരു ആണിനെ കണ്ടാൽ ഒരു ജഡ്ജ്മെന്റ്, ഒരു പെണ്ണിനെ കണ്ട ജഡ്ജ്മെന്റ്, ഇനി ആണിനെയും പെണ്ണിനെയും കണ്ട അതിനെക്കാട്ടി വലിയ ജഡ്ജ്മെന്റ്, കല്യാണം കഴിച്ചില്ല ജഡ്ജ്മെന്റ്. അതെ അതെ അതെ, അതിന് എന്താ പോസ്, പറഞ്ഞോളൂ, കല്യാണം കഴിച്ചില്ല ജഡ്ജ്മെന്റ്. അപ്പൊ അങ്ങനെ പല ജഡ്ജ്മെന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ ആ ജഡ്ജ്മെന്റ് അവസാനിക്കാൻ സമയം നമ്മുടെ കാര്യം കൂടെ ഒന്ന് നോക്കണം. മറ്റുള്ളവരെ കാട്ടി നമ്മളെ തന്നെ സ്വയം ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളും തീരും. തന്നെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, അല്ല മുഖം പാറിയോടെ ഞാൻ പറഞ്ഞത്, തന്നെ ഉദ്ദേശിച്ച് പറയുന്നതല്ല, ജനറലി പറഞ്ഞ. അപ്പൊ ഏതായാലും ഒത്തിരി സന്തോഷം, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അപ്പം എന്തായാലും ഇനിയും MLA ആയിട്ട് തുടരട്ടെ. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച്. അത് ഞാൻ വിചാരിച്ചത് ഇന്ന് മൊത്തം എൻ്റെ അടുത്ത് കാണുമെന്നാ. ഈ 5 മണിയായപ്പോ തന്നെ പോയ ബാക്കി 12 മണി വരെ ആര് കാണും? അല്ല, ഇനിയും വരാൻ വയ്യ, ഇത്രയും തന്നെ സഞ്ചരിച്ചു. ഡേവിഡ് MLA അപ്പൊ സന്ധ്യ ആയാൽ പോവാന്നുള്ളതാ. അപ്പൊ ഡേവിഡ് MLA നിങ്ങൾക്ക് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.